ഹായ് ഫ്രണ്ട്സ്, സാൻസ് ഹെൽത്തി വെസ്റ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വെജിറ്റബിൾ പുലാവാണ്. എങ്ങനെ വളരെ എളുപ്പം നമുക്ക് വെജിറ്റബിൾ പുലാവ് ഉണ്ടാക്കാവുന്നതാണ്, കണ്ടു നോക്കാം. നമുക്ക് ഒരു എളുപ്പമൊരു പുലാവ് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ നിങ്ങളിലുള്ള പച്ചക്കറികളും പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന ബസുമതി റൈസാണ്. അത് ഒരു 20 മിനിറ്റോ 10 മിനിറ്റ് മുന്നേ ആയാലും കുതിർത്ത് വച്ചിരിക്കുന്നതാണ്, കഴുകി കുതിർത്ത് വച്ചിരിക്കുന്നതാണ്. കുതിർത്ത് വെക്കുകയൊന്നും വേണ്ട, വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. നമ്മളിതൊന്നൊക്കെ വഴട്ടിയൊക്കെ വരുമ്പോഴത്തേനും അത് റെഡി ആയിക്കോളും ആ അരി. പിന്നെ സവാള വേണം നമുക്ക്, നീളത്തിലരിഞ്ഞ് ഉരുളക്കിഴങ്ങ്, ക്യാപ്സിക്കം, ക്യാരറ്റ്, ഞാൻ എടുത്തിരിക്കുന്ന ഗ്രീൻ പീസും. നിങ്ങളുടെ കയ്യിൽ ഏത് പച്ചക്കറിയാണ് ഉള്ളത്, നിങ്ങൾക്ക് എത്ര പച്ചക്കറി വേണമെങ്കിലും ഇടാം. പിന്നെ വെളുത്തുള്ളി വേണം, ഒരു 5-6 അല്ലി, അതൊന്നും നീളത്തിൽ മുറിച്ചിട്ടിരിക്കുക ഞാൻ. പിന്നെ കുറച്ച് മല്ലിയില. പിന്നെ വേണ്ടത് നമ്മുടെ ഗരം മസാല, പട്ട വേണം, പട്ടയുടെ ഇല. പിന്നെ ഗ്രാമ്പു 2 എടുത്തിട്ടുണ്ട്, 2 ഏലക്കായ, ഒരു സ്റ്റാർ അനീസ് എന്ന് പറഞ്ഞാൽ അതും പിന്നെ ജീരകം, കുറച്ച് മുളക് പൊടി, കുറച്ച് ഗരം മസാല. പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുറച്ച് എണ്ണ. ഇത്രയും സാധനം മതി നമുക്ക് ഒരു എളുപ്പന്ന്. ഒരു ബാച്ചിലേഴ്സിനായാലും ആർക്ക് എളുപ്പം എവിടെയെങ്കിലും പോകണമെങ്കിൽ ഒരു ഇച്ചിരി ചോറ്, ഇച്ചിരി പുലാവ് ഉണ്ടാക്കണമെന്ന് തോന്നിയാൽ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുലാവാണ്. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം ഇപ്പം എങ്ങനെ ഉണ്ടാക്കണ്ടേ. അപ്പം ഞാൻ പ്രഷർ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്, എളുപ്പമാവുമല്ലോ. ഒരു 5 മിനിറ്റ് കൊണ്ട് കുറച്ച് എണ്ണ എടുത്തു, ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ എടുത്തു, കാരണം അല്ലെങ്കിൽ അടിയിൽ കരിഞ്ഞു പോകും. അപ്പോൾ 2 ടേബിൾ സ്പൂൺ എണ്ണ എടുത്തു. അതൊന്ന് 4 സൈഡും ഒന്ന് കറക്കി എടുക്കുമ്പോൾ 4 സൈഡും എണ്ണയൊന്ന് പറ്റും. അത് കഴിഞ്ഞിട്ട് അതിനകത്തോടെ നമുക്ക് ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം ആകുമ്പം ഏതൊരു ബസ്മതി ആയിരിക്കും ജീരകം ഇടുമ്പോൾ ഒരു ടേസ്റ്റാണ്. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഗരം മസാല, ഞാനിപ്പോൾ 2 കപ്പ് ബസ്മതി അരിയാണ് എടുത്തത്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഗരം മസാല എടുത്തുള്ളൂ, ഒത്തിരി ഒന്നും എടുത്തിട്ടില്ല. ഇപ്പം 1 കപ്പൊക്കെ ആണെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി ഗരം മസാലയുടെ കുറയ്ക്കാം. ജീരകത്തിൻ്റെ ക്വാണ്ടിറ്റി വേണ്ടാത്തവർക്ക് കുറയ്ക്കാം, വേണ്ടവർക്ക് ഇച്ചിരി കൂടെ ആഡ് ചെയ്യാതെ എങ്ങനെയായാലും നമുക്ക് മാറ്റിയെടുക്കാവുന്നേ ഉള്ളൂ. ഞാൻ വെളുത്തുള്ളി എടുത്തു, ഇഞ്ചി ഇടല്, വെളുത്തുള്ളി മാത്രം മതി. വെളുത്തുള്ളി ഇട്ട് അതിനകത്ത് നമുക്കിനി പച്ചക്കറി ഇട്ട് കൊടുക്കാം. ഞാൻ ആദ്യമേ സവാള ഇട്ട് കൊടുക്കുന്നത്. സവാള ഇട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക, ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ബാക്കി എടുത്ത് വെച്ചിരുന്ന പച്ചക്കറി കൂടി ഇട്ട് കൊടുക്കാം. പൊട്ടാറ്റോ എടുത്തു. ഈ പച്ചക്കറിയിൽ മാറ്റം വരുത്തേണ്ടവർക്കെല്ലാം മാറ്റം വരുത്താവുന്നതേ ഉള്ളൂ. ക്യാരറ്റ് എടുത്തു, അത് ഞാൻ നീളത്തിലരിഞ്ഞാണ് എടുത്തിരിക്കുന്നത്. സ്ക്വയറിലരിയാം, ചെറുതായിട്ട് വേറെ ഷേപ്പൊക്കെ മാറ്റാവുന്നതേ ഉള്ളൂ. ഞാൻ നീളത്തിലാണ് അരിഞ്ഞിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് വഴറ്റി ആ എണ്ണയ്ക്കകത്ത് നമ്മൾ എടുക്കുക. ഇനി എടുത്തു വച്ചിരിക്കുന്ന ഗ്രീൻ പീസും കൂടെ ഇടുക. ഇത് ഞാൻ ഫ്രോസൺ പച്ച ഗ്രീൻ പീസാണ്, അല്ലാതെ ഉണക്കൽ കിട്ടുന്ന ഗ്രീൻ പീസ് അല്ല, പച്ച ഗ്രീൻ പീസ് തന്നെയാണ്. പിന്നെ നമുക്ക് ഞാനത്തോട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതിയാവും. ഉപ്പ് ഞാൻ ഇട്ടിരിക്കുന്ന 1 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുള്ളൂ. അപ്പം നമുക്ക് ചോറ് അരി ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് വേണം ഉപ്പിൻ്റെ ലെവലൊന്ന് ശരിയാക്കാം. എന്നിട്ട് അതൊന്ന് വഴറ്റി നമുക്ക് വെക്കാം. ഇനി അതിനകത്തോട്ട് ഞാൻ ഗരം മസാലയും ഒന്ന് വഴണ്ട് വന്നു കഴിയുമ്പോഴത്തേനും കുറച്ച് ഗരം മസാലയും എടുത്ത് വെച്ചിരിക്കുന്ന നമ്മൾ പച്ചമുളകൊന്നും ഇടുന്നില്ല. ഇപ്പം ഞാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും കൂടെ ഉണ്ടാക്കുന്നതായതുകൊണ്ട് എരി ഒന്നും ഇടുന്നില്ല, അല്ലെങ്കിൽ ചോറ് കഴിക്കില്ലല്ലോ കൊച്ചുകൾ. കുട്ടികളാകുമ്പം പച്ചക്കറി ഇങ്ങനെയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചോറിൻ്റെ കൂടെ ഇതൊക്കെ അങ്ങ് ചെല്ലും വയറ്റിൽ. അല്ലാതൊക്കെ കൊടുക്കുമ്പം ചിലപ്പോൾ വേണ്ടാന്നൊക്കെ വെക്കുവാണെങ്കിൽ ഇങ്ങനെയൊക്കെ കൊടുത്താൽ അവരെ കഴിച്ചോളും. എന്നിട്ട് ഒന്ന് സോട്ട് ചെയ്തിട്ട് നമ്മൾ ഇനി അരി ഇട്ട് കൊടുക്കാം. ആ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി, ആ വെള്ളം കളയരുത്, ആ വെള്ളം തന്നെ നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം അത് അരി ഇരുന്ന് കുതിർന്ന വെള്ളം വേണ്ട, ആ വെള്ളത്തിന് ഒരു കുഴപ്പമില്ല. നമ്മൾ കഴുകി എടുത്ത് വെച്ചിരുന്ന വെള്ളമായിരുന്നല്ലോ, കഴുകി മാറ്റി നല്ല വെള്ളമായിരുന്നല്ലോ. അപ്പോൾ ആ അരി മൊത്തം ഇട്ട് കൊടുത്ത് നല്ലോണം ആ പച്ചക്കറിയും അരിയും കൂടെ നല്ലോണം ഞാൻ വേറെ ഒരു മസാലയും ഒന്നും ഇട്ടിട്ടില്ല. ഇത് ജസ്റ്റ് പുലാവ് ആയതുകൊണ്ട് മാത്രം ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. കുരുമുളക് പൊടി വേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാം, ഞാൻ ചിലപ്പോൾ ചേർക്കാറുണ്ട്, പക്ഷേ ഇത് കുഞ്ഞുങ്ങൾക്ക് ആയതുകൊണ്ട് കുരുമുളക് പൊടി ഇട്ടില്ല. പിന്നെ അത് നല്ലോണം ഒന്ന് വഴറ്റി, അരിയെല്ലാം ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റിയിട്ട് നമ്മളിനി വെള്ളം ഒഴിച്ചു കൊടുക്കുക.
അപ്പോൾ നമ്മൾ അരി കുതിർത്ത് വെച്ചിരുന്ന വെള്ളമാണ് ആദ്യമേ എടുക്കുന്നത്. അപ്പം അരിയുടെ അനുസരിച്ചാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. ചില അരിക്ക് 1 കപ്പ് അരി എടുക്കുവാണെങ്കിൽ അതിന് ചിലതിന് 2 കപ്പ് വെള്ളം വേണ്ടി വരും, ചിലത് 1 കപ്പ് വെള്ളം മതിയാവും. അപ്പം ഇപ്പം നമ്മുടെ കയ്യിലിരിക്കുന്ന അരിയുടെ അളവ് നമുക്കറിയാമല്ലോ, വെള്ളത്തിൻ്റെ അളവ്. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ 2 കപ്പ് അരി എടുത്തതിന് ഞാനൊരു ഒരു 4 കപ്പിൻ്റെ ഒരു കണക്കിലാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് നമ്മൾ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് എല്ലാം ഇളക്കി ഉപ്പ് നോക്കുക. ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം. ഈ ടൈമിലാണ് നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. വളരെ പെട്ടെന്നാണ്. ഒരു 5 മിനിറ്റ് 5 മിനിറ്റ് കഷ്ടി പച്ചക്കറി എല്ലാം അരിഞ്ഞ് വെച്ചിരിക്കുവാണെങ്കിൽ നമുക്ക് ഇത് ആക്കിയെടുക്കാൻ 5 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ. അതിൽ കൂടുതലൊന്നും പോകത്തില്ല കുക്കറിലും കൂടെ ആകുമ്പം. അല്ലാതെ ആകുമ്പോഴും ഒരു 6-7 മിനിറ്റിൻ്റെ അതേ വരത്തുള്ളൂ. എന്നിട്ട് നമ്മൾ കുക്കർ അടച്ച് വെച്ച് ഒരു 2 വിസിലേ ഞാൻ അടുപ്പിച്ചുള്ളൂ. അത് നമ്മൾ കുക്കറിൻ്റെ ആവിയെല്ലാം പോയി. നമുക്കിനി ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ എൻ്റെ പുലാവെല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട്. അരിയെല്ലാം നല്ല പാകത്തിന് വെന്ത് ഇരിക്കുവാണ്. നമുക്കൊന്ന് ഇളക്കി നോക്കാം. ഇളക്കുന്നതിന് മുന്നേ ഞാൻ ഇച്ചിരി മല്ലിയിലയാണ് ഇട്ട് കൊടുക്കുന്നത്. പുതിനയും വേണ്ടവർക്കിടാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കുട്ടികൾക്കായതുകൊണ്ട് ഞാൻ വേറെ ഒന്നും ഇട്ടിട്ടില്ല, മല്ലിയില മാത്രമേ ഇട്ടുള്ളൂ. അതും ഫോർക്ക് കൊണ്ടാണ് ഞാൻ ഇളക്കുന്നത്. കാരണം ഫോർക്ക് കൊണ്ടാകുമ്പോൾ നമ്മുടെ അരി ചൂടായതുകൊണ്ട് നമ്മുടെ അരി എളുപ്പം ഉടയാവുന്നതേ ഉള്ളൂ സ്പൂണോട്ടിട്ട് ഇളക്കുമ്പോൾ. അപ്പോൾ ഫോർക്കാകുമ്പോൾ എളുപ്പം ഉടയത്തില്ല, കാരണം ചൂടാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഫോർക്കിട്ട് ഇളക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ പുലാവ് എടുത്ത് പാത്രത്തിലാക്കിയിട്ടുണ്ട്. പുലാവ് റെഡി. നല്ല ടേസ്റ്റുള്ള പുലാവാണ്. 5 മിനിറ്റ് കൊണ്ട് റെഡിയാക്കാവുന്നതേ ഉള്ളൂ. ആർക്ക് വേണമെങ്കിലും ട്രൈ ചെയ്യാം. റൈത്തയുടെ കൂടെ കഴിക്കാവുന്നതേ ഉള്ളൂ. റൈത്തയോ കുക്കുംബർ സലാഡോ എന്തിൻ്റെ കൂടെയും കഴിക്കാം. അച്ചാറും ഉണ്ടെങ്കിൽ സൂപ്പർ. അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെല്ലുണ്ട് അതിൻ്റെ അടുത്ത്, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് വീഡിയോസ് ഇനി ഇടുന്നത് കാണാം. ബൈ.